പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് എനിക്ക് കമ്പി കയറി, എൻ്റെ കാലം കമ്പി കയറി കിടന്ന സമയത്തൊക്കെ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തേ ഉള്ളൂ. അതായത് അവരുടെ നിന്ന് ഒരു സമാധാനമായിട്ട് മാത്രമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളുപരി അവർ കുറച്ച് ഫണ്ട് അയച്ചു തന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ മകളുടെ കല്യാണം വരുമ്പോൾ അതിനേക്കാളുപരി കൊടുക്കും ഉള്ളൊരു മുൻകരുതലായിട്ട് തന്നതാവാം. ചിലപ്പോൾ ഒരു സന്തോഷത്തിന്, ഒരു സമാധാനത്തിന് വേണ്ടി തന്നതാവാം. അവരിൽ നിന്ന് ഞാൻ ഒരുപാട് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് അതാണ്. പക്ഷെ മമ്മിയുടെ ഭാഗത്തുനിന്നും അതായത് മകനേ ഉള്ളൂ, വേറെ ആരും ഇല്ല. മകന് ഇത്രയും ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ പുള്ളിക്കാരൊരു മൈൻഡ് സെറ്റാണ് ഞാൻ കണ്ടത്. അത് അപ്പം പുള്ളിയുടെ സന്തോഷം, പുള്ളിക്കാരിയുടെ സന്തോഷം, അവരുടെ സന്തോഷം, അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. കമ്പ്യൂട്ടർ കിടക്കുക, എപ്പോഴും ടി വി കാണാൻ വേണ്ടി പോയിരിക്കും. അവരുടെ നമ്മൾ അന്വേഷിക്കില്ല. സങ്കടം വന്നു പോയി ആ സമയത്ത്, ഒരുപാട് വിഷമിച്ച് പോയ സമയമുണ്ട്. കരഞ്ഞു പോയ സങ്കടം. കാരണം അത്രയ്ക്ക് വിഷമിക്കുക, സങ്കടം വന്നു. കാരണം എൻ്റെ നിസ്സഹായ അവസ്ഥയാണ്. വല്ല ഗതി ഉണ്ടെങ്കിൽ എണീറ്റ് നടന്ന് ഓടാൻ പറ്റുന്ന ഒരു ഗതി പോലും അല്ലായിരുന്നു ആ സമയത്ത്. രണ്ട് കമ്പി കയറ്റുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കിടത്തുകയാണ്. കാലിന് ആക്സിഡൻറ്റ് പറ്റി ഒരുപാട് വിഷമിച്ചു പോയി. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയൊന്നും അല്ല ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയല്ല പോകുന്നത്. ഞാനിപ്പോൾ ആലോചിച്ച, അതായത് ഞാനിപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും, അവർ രണ്ടുപേരും ബാങ്ക് ജോലിക്കാരായിരുന്നു. അപ്പം ഇപ്പോൾ കെട്ടിക്കിട്ടേക്കുന്നത് ഒരു ബാങ്ക് ജോലിക്കാരൻ്റെ കൂടെയാണ്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ അവർക്ക് സഹായിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു കൊടുക്കണം. എൻ്റെ ചിന്തയിൽ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നിരിക്കട്ടെ. പക്ഷേ അവരുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ, അവരുടെ മനസ്സിൽ വെച്ചാൽ ബാങ്ക് ജോലിക്കാരനാണ്, അവരുടെ ഇൻഫ്ലുവൻസ് വെച്ച് അവർക്ക് എന്തെങ്കിലും നല്ലൊരു ജോലി ചെയ്യാനൊക്കെ സാധിച്ചേനെ. പക്ഷെ ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ നമ്മുടെ കളിക്ക്, നമ്മുടെ വാക്കിന് വിലയൊന്നുമില്ല. അത് നീ മനസ്സിലാക്കണം. നിൻ്റെ വാക്കിന് എത്രയ്ക്കത്ര വില ഒന്നുമില്ല. ചുമ്മാ നമ്മൾ ഒരു ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ വില പോലും കാണില്ല, അങ്ങനെ പോലുമില്ല. അതാണ് നമ്മുടെയൊക്കെ വാക്കിനും നമ്മളൊക്കെ പ്രവർത്തിക്കുള്ളൂ. നമ്മൾ യൂസ് ചെയ്തു ഈ കണ്ട മനുഷ്യർ മൊത്തം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പണത്തിനും നമ്മുടെ സമയത്തിനും നമ്മുടെ എഫേർട്ടിനും ഒന്നുമില്ല. സമയത്തിന് ഒരു വിലയില്ല. പണം മാത്രം, പണത്തിന് വേണ്ടി മാത്രം. എൻ്റെ കാര്യം പറയുന്നത്, എന്നെ വെച്ചുകൊണ്ട് 5-6 മാസം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട പണം മുഴുവനും ഊറ്റിയെടുത്ത് ഇപ്പോൾ പണം വരുന്നില്ല. ആ 2 മാസം കമ്പിയും കയറ്റി വേദന സഹിച്ച് കിടന്ന സമയത്ത് ഒരുമാതിരി പണമില്ലല്ലോ, പണത്തിൻ്റെ സോഴ്സില്ല, മനസ്സിന് സോഴ്സില്ല. ആ 2 മാസം സ്റ്റേ ആയിട്ട് കിടന്ന സമയത്ത്, പണത്തിൻ്റെ സോഴ്സില്ല. ആ സമയത്ത് ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. ആ സമയത്ത് നമ്മൾ തിരിച്ചറിയും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇത്രയും നാളും ആ ആക്സിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ്, നമ്മുടെ ഡൗൺ സൈഡ് വരുന്നതിന് മുമ്പ് എത്ര പേര് നമ്മുടെ കൂടെ ചുറ്റിപ്പറ്റി നിന്നു. എന്തിനു വേണ്ടി നിൽക്കുന്നത്?
അപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇത് പലരും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച് കഴിയുമ്പോഴാണ് നമ്മളത് തിരിച്ചറിയുന്നത്. ആരും നമ്മുടെ കൂടെ നിൽക്കില്ല. നിനക്ക് നീ തന്നെ വരുള്ളൂ. പക്ഷേ എൻ്റെ കാര്യത്തെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം തന്നെ തകർത്ത് തല്ലിപ്പൊളി ആക്കിയിട്ട് ഇവർ പറയുന്നത് മാത്രം കേട്ട് 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 ഇങ്ങനെ നിൽക്കുവാണ്. ഇവർ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഇവരുടെ മരണമാണ് എനിക്കൊരു മുന്നോട്ട് പോകാൻ. പക്ഷേ ഇവരങ്ങനെ പോകാൻ പറ്റുകയില്ല ഇപ്പോഴാണ്. അതായത് ഈ സെക്കൻഡിൽ ഇത് ചിന്തിച്ച് കഴിയുമ്പോൾ ഞാനൊരു മനുഷ്യനാണ്. മനുഷ്യനെന്ന രീതിയിൽ ഞാൻ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊരിക്കലും ന്യായമല്ല. ഒരു മനുഷ്യൻ്റെ മരണം കൊണ്ട് ഞാൻ ഒരിക്കലും മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അത് അല്ല. അപ്പം അങ്ങനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് മൂവ്സ്? അടുത്ത മൂവ് എന്താണ്? ഇതൊക്കെയാണ് അവസ്ഥകൾ വരുന്നത്. 28-29 വർഷം അല്ലെങ്കിൽ 20 കൊല്ലം കൊണ്ട്, അല്ലേ, 28 കൊല്ലം ആയിക്കോട്ടെ, 28 കൊല്ലം ഒരു മനുഷ്യനെ കൂട്ടിലിട്ട് അവർ പറയുന്നത് മാത്രമാണ് ശരി. അവിടെ അടിവരയിട്ടെ അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് സ്വന്തം കാര്യത്തിനും സ്വന്തം ജീവിതത്തിനും ഒരു വിലയും അവൻ്റെ ജീവിതത്തിനും അവൻ്റെ സമയത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യരുടെ കൂടെ നിന്ന് നാളെ ഇത് പുറത്തിറങ്ങി നമ്മളൊരു കാര്യത്തെ അതീവ് ചെയ്യുമ്പോഴേക്കുമാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞു വരുന്നത്. നമുക്കൊരു ഒന്നൊരു മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു ഉൾവലി പോലും ഈ കാര്യത്തെ അതിജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. കൂട്ടിലിട്ട് വളർത്തി എൻ്റെ ജീവിതം തുലഞ്ഞില്ലേ? ഇതിനുള്ള ഉത്തര ഉദാഹരണമാണ് ഞാനെന്നുള്ള വ്യക്തി. നാളെ ചിലപ്പം ഈ പറഞ്ഞത് നാളെ എൻ്റെ മൈൻഡ് മാറുമെന്നറിയില്ല. എൻ്റെ മൈൻഡ് മാറി ഫുൾ ഡാർക്കടിച്ച് ഞാൻ ചിലപ്പം മരണപ്പെട്ടു പോയെന്ന് വരാം. അപ്പോഴും ഇത് നിങ്ങൾ കാണണം. ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടി മാത്രമാണിത്. ഇത് പലതവണ ഞാൻ പറഞ്ഞ് വെച്ചിരുന്നു. പറയണ്ട. ഇതിൻ്റെ എല്ലാം ക്ലോസിങ് ലിമിറ്റ് കഴിഞ്ഞു. ഇനി ആരോടെങ്കിലും പറയണം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ. എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് നെക്സ്റ്റ്? അടുത്ത പരിപാടി എന്താണ്? വാട്ട് നെക്സ്റ്റ്? ഇപ്പോൾ അവർ പ്രഷർ തന്നുകൊണ്ടിരിക്കുകയാണ്. പോ എന്തെങ്കിലും ജോലിക്ക് പോ. എന്ത് ജോലി? ഇനി എന്ത് ജോലി ചെയ്യാൻ? നശിപ്പിച്ച് നാരായണക്കല്ലാക്കി ഒന്നുമില്ലാത്ത എൻ്റെ ലൈഫിൽ വാട്ട് നെക്സ്റ്റ്? അടുത്ത മൂവ് എന്താണ് പോലും? അല്ലെങ്കിൽ നശിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ശിലയെ വീണ്ടും തിരിച്ച് പഴയപടിയാക്കുക എന്ന് പറഞ്ഞാൽ പാടാണ്. ഒരു പൊട്ടിപ്പോയ ഒരു ശിലയെ വീണ്ടും പഴയപടിയാക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. അതാണ് എൻ്റെ ജീവിതം. നശിപ്പിച്ച് വെച്ചിരിക്കുക. അടുത്ത മൂവ് എന്താണ്? ഒരിക്കലും ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. ഞാൻ ചിന്തിച്ചത് അതാണ്. എന്ത് ചെയ്യാൻ പറ്റും? എത്ര ഓഫർ ലെറ്റർ വന്നു. ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള എത്ര ഓഫർ ലെറ്റർ വന്നു. അതിനെല്ലാം തട്ടിത്തകർത്ത് ഇവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു അടിച്ചമർത്തി വെച്ചുകൊണ്ടിട്ട് വർഷങ്ങൾ എൻ്റെയാണ് നഷ്ടപ്പെട്ടത്. ഈ നഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ടും കാര്യമില്ല. പോയത് പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഈ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് എന്ത് കാര്യം? എന്ത് കാര്യം?